ഇന്നർ റജുല ഇദാ നളറ ഇംറഅതിഹി വനളറത് ഇലൈഹി, ഭാര്യ ഭർത്താവിന്റെ മുഖത്തേക്കും ഭർത്താവ് ഭാര്യയുടെ മുഖത്തേക്കും സ്നേഹത്തോടെ നോക്കിക്കഴിഞ്ഞാൽ നളറല്ലാഹു ഇലൈഹിമാ നളറത റഹ്മാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭാര്യയുടെ ആ ഭർത്താവിന്റെ മുഖത്തേക്ക് അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കുമെന്നാണ്. ആ വീട്ടിന്റെ ഉള്ളിൽ പിന്നെ പ്രശ്നങ്ങളില്ല, ആ വീട്ടിന്റെ ഉള്ളിൽ പിന്നെ വഴക്കുകളില്ല, ആ വീടിന്റെ ഉള്ളിൽ സമാധാന കേടില്ല, ആ വീട്ടിന്റെ ഉള്ളിൽ കണ്ണീരുകളില്ല, ആ വീടിന്റെ ഉള്ളിൽ സമാധാനത്തിന്റെ വഴികളാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, മുസ്തഫ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന മറ്റൊരു കാര്യമാണ് അവരെ വെറുപ്പിക്കാതെ അവരോട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കടന്നു വന്നോ. എന്നാൽ നിങ്ങൾ കൊടുക്കുന്നതിന്റെ 10 മടങ്ങ് സ്നേഹം നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് തരുമെന്നാണ്. ഭർത്താവ് എങ്ങനെയാണോ ഭാര്യയോട് നിൽക്കുക അതേപോലെ തിരിച്ചുണ്ടാവുള്ളൂ. നിങ്ങൾ എത്രയോ ആളുകൾ അവിടെ നിന്ന് മിണ്ടാതിരിക്കുന്നാല് അതുപോലെ ഉണ്ടാവൂല, അതുപോലെ ഉണ്ടാവൂല. നിങ്ങൾ എന്ത് ചെയ്യുന്നോ ആ ചെയ്യുന്നത് അതേപോലെ ആയിരിക്കും നിങ്ങളുടെ ഭാര്യ. നിങ്ങൾ എന്ന് പോകുമ്പോഴും ഭാര്യയോട് ചെന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് വർത്താനം പറയുമ്പോ അതേ പുഞ്ചിരിയോടുകൂടി അവർ നമ്മളോട് വർത്താനം പറയും. ഭാര്യയോട് നമ്മളിപ്പോ ദേഷ്യപ്പെട്ട് വർത്താനം പറഞ്ഞു നോക്ക്, അതിന്റെ 10 മടങ്ങായിരിക്കും. നമ്മൾ പറയുമ്പോൾ നല്ല സ്ട്രോങ്ങിലായിരിക്കും, അതിന്റെ ഇപ്പൊ ഡബിളായി കിട്ടും. അതേസമയം നമ്മൾ നല്ല സ്വഭാവത്തോടെ നമ്മൾ കടന്നു പോയാൽ അതിനേക്കാൾ ഏറ്റവും നല്ല മെച്ചത്തിൽ അവർ നമ്മളോടൊപ്പം കടന്നു വരും. എന്റെ വാക്കല്ല ഇത്, എന്റെ വാക്കല്ല ഇത്. ഒരിക്കലും എത്ര നമ്മൾ ഇന്നും നാളെയൊക്കെ ഭർത്താവിനെ പറ്റി പറഞ്ഞാൽ അവസാനിക്കൂല. ഇനിയിപ്പോ നാളെ കൂടെ ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞാലേ എന്നെ ഇവിടെ വന്നിട്ട് പയ്യന്മാര് തല്ലും. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ നമ്മൾ മനസ്സിലാക്കണം, അവരെ ഒരിക്കലും നമ്മുടെ ഭാര്യമാരെ നമ്മൾ വെറുപ്പിക്കരുത്, കുറ്റപ്പെടുത്തരുത്, സ്നേഹം കൊടുക്കണം. അല്ലേ? ഒരു വീട്ടിൽ കഴിയുന്നവർ തന്നെ പരസ്പരം മിണ്ടാതെ എടുക്കാതെ പിണങ്ങി കഴിയുമ്പോഴുണ്ടാകുന്ന ഒരു വേദന എത്രയാണ്, അത് ആരിലൊക്കെ ബാധിക്കും. മക്കളിൽ, സഹോദരങ്ങളിൽ, കൂടപ്പിറപ്പുകളിൽ ഇല്ലേ അങ്ങനെ ബാധിക്കും. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്നെങ്കിൽ ഞാൻ പറയാൻ, നിങ്ങൾ ഇന്ന് രാത്രി ഇന്നത്തെ ദിവസം അങ്ങനെ നിങ്ങൾ പിണങ്ങി കഴിയുന്നെങ്കിൽ നിങ്ങൾ പരസ്പരം സലാം പറഞ്ഞ് മിണ്ടി ഏറ്റവും നല്ല കോലത്തിൽ മുന്നോട്ട് പോകും. അവിടെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കിറങ്ങട്ടെ. ഇല്ലേ? ഒരു വീട്ടിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് വരൂല്ല. ചില വീടുകളുടെ അകത്തട്ടില് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് വരൂല്ല. അത് ഏത് വീടെന്നറിയോ? സുബ്ഹാനല്ലാഹ്, ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി കിടക്കുന്ന വീട്. ആ വീട്ടിൽ അല്ലാഹു തആല കൊടുക്കുന്നത് ഹമ്മല്ല തങ്കത്തിയോ അബദാ, ഹമ്മല്ല തങ്കത്തിയോ അബദ, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ദാരിദ്ര്യം അല്ലാഹു തരും. എത്ര കടങ്ങൾ വീട്ടിയാലും അത് കഴിയില്ല, അതിന്റെ ഡബിളായി കൂടിക്കൊണ്ടിരിക്കും, അതിന്റെ ഡബിളായി കൂടിക്കൊണ്ടിരിക്കും. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു വീട്ടിന്റെ ഉള്ളിൽ പിണങ്ങി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കിന്റെ കാവൽ ആ വീട്ടിന്റെ ഉള്ളിൽ ലഭിക്കൂല. അല്ലേ? എത്രയോ വർഷങ്ങളോളം അല്ലെങ്കിൽ കൊല്ലങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ആഴ്ചകളോളം ദിവസങ്ങളോളം പരസ്പരം മിണ്ടാതെ കഴിഞ്ഞുകൂടുന്ന എത്ര കുടുംബങ്ങളുണ്ട്. എന്റെ ശബ്ദം ശ്രവിക്കുന്നവർ അത് മാറ്റണം. മാറ്റിയെടുത്തിട്ട് എന്തിനാ അതിപ്പോ എന്തിനാ അവൻ പറയുന്നത് എന്ന് ചിന്തിക്കാതെ നല്ല നീയത്തോടെ പടച്ചവനെ ഞാൻ നാളെ മരിക്കണ്ടേ, ഞാൻ നാളെ മരിക്കണ്ടേ എന്നായാലും നമ്മൾ പോയല്ലേ പറ്റുള്ളൂ. 6 അടി മണ്ണിലേക്ക് നമ്മൾ പോകണ്ടേ? അല്ലേ? നാളെ കിടക്കുന്ന വീട് അല്ലാഹ് ഖബറും മണ്ണറക്കൂട്, കാണേണ്ടയോ പള്ളിക്കാട് കള്ളിമുള്ളാൽ നിറഞ്ഞുള്ള വീട്. നാളെ കിടക്കുന്ന വീട് അല്ലാഹ് ഖബറെന്ന മണ്ണറക്കൂട്, കാണേണ്ടയോ പള്ളിക്കാട് കള്ളിമുള്ളാൽ നിറഞ്ഞുള്ള വീട്. കൂട്ടുകാരാരും ഇല്ലാത്ത യാത്ര, അവസാനമായി നമ്മൾ പോകേണ്ട യാത്ര. കൂട്ടുകാരാരും ഇല്ലാത്ത യാത്ര, അവസാനമായി നമ്മൾ പോകേണ്ട യാത്ര. ആരാരും ഇല്ലാത്ത വീട് അല്ലാഹ് ഖബറെന്ന മണ്ണറക്കൂട്, കാണേണ്ടയോ പള്ളിക്കാട് കള്ളിമുള്ളാൽ നിറഞ്ഞുള്ള വീട്. ഇവിടെ
ഇവിടെ വേണമെങ്കിൽ ഒരു കൊല്ലല്ല 16 കൊല്ലല്ല 20 കൊല്ലം വേണമെങ്കിലും ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി കഴിയാം. രണ്ടുപേരോടും കൂടി പറയാൻ, ഭാര്യയോടും ഭർത്താവിനോടും കൂടി ഞാൻ പറയാം, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പിണങ്ങി കഴിയാം എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ ഇടയിൽ നിങ്ങളിൽ ഒരാൾ മരിച്ചാൽ, എവിടെ പോയിട്ട് പൊരുത്തം ചോദിക്കും? അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അല്ലയോ എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ ഭാര്യ ചെയ്യുന്ന കഷ്ടപ്പാടിനെ പറ്റിയിട്ട് ഒരു ഭർത്താവിന് ബോധ്യമുണ്ടാകണം. തന്റെ ഭാര്യ ചെയ്യുന്ന കഷ്ടപ്പാടുകൾ നമുക്ക് രണ്ട് കൈ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വൃത്തിയായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യും. ആണുങ്ങൾ, ഉമ്മമാരാണെങ്കിൽ ഈ രണ്ട് കൈ കൊണ്ട് മക്കളെ കുളിപ്പിക്കും, അതേ സമയത്ത് തന്നെ മുറ്റടിച്ചു വാരും, അതേ സമയത്ത് തന്നെ അരിയടുപ്പിലിടും, അതേ സമയത്ത് തന്നെ കറിക്കുണ്ടാക്കും. അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ ചുരുങ്ങിയ സമയത്തുള്ളിൽ ഇവര് ചെയ്യും. നമ്മളോ ഒരു കാര്യം ചെയ്യും, രണ്ട് കാര്യം ചെയ്യും. ഇവർ 100 കൂട്ടം കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും നമ്മൾ എന്നിട്ട് എടി ഒരു ഗ്ലാസ് കട്ടൻ ചായ ഇട്ട, ചിലപ്പോൾ നല്ല ആട്ടിട്ടോ സമയത്ത്. പക്ഷേ ഒരു ഭർത്താവിന്റെ കടമ എന്താണ്? അവിടെ ക്ഷമിച്ചു കൊടുക്കണം, അവിടെ ക്ഷമിച്ചു കൊടുക്കണം. എന്തേ കാരണമെന്നറിയോ? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ ഈ ഒരൊറ്റ ചരിത്രം പറഞ്ഞ് തന്റെ ഭർത്താവിന് ഭാര്യയോട് സ്നേഹം കൂടാനുള്ള ദിക്റും പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനിപ്പിക്കും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, പഠിച്ചോ, മനസ്സിലാക്കിക്കോ. പടച്ചവനെ, ഉമർ തങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് പറയാൻ വേണ്ടി പോവും. എന്താ പറയാൻ പോകുന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അരികത്തേക്ക് പോവാ. എന്താ? തന്റെ ഭാര്യയുടെ കുറ്റം പറയാം, തന്റെ ഭാര്യയുടെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കടന്നു പോവാൻ. ആര്? ഒരു മനുഷ്യൻ, ഒരു സഹാബി. പടച്ചോനെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ അടുക്കലേക്ക് തന്റെ ഭാര്യ മോശമാണെന്ന് പറയാൻ വേണ്ടി പോയപ്പോൾ കാണാം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ അകത്തട്ടിൽ നിന്നും ഉള്ള ചട്ടിയും ഉള്ള കലവും ഉള്ള പായും ഉള്ള എല്ലാ തലങ്ങണിയും കാണാം ഉമർ തങ്ങളുടെ വീട്ടിൽ നിന്ന് പറന്നിട്ട് വെളിയിലേക്ക് വീഴാൻ. യാ അല്ലാഹ്, ഞാൻ ഇത് എവിടുക്കാ റബ്ബേ വന്നത്? ഈ മനുഷ്യൻ ഇങ്ങനെ നോക്കുന്ന സമയം കാണാം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പൊട്ടിത്തെറിക്കാൻ അവിടുന്ന് പായ വലിച്ചെറിഞ്ഞു, പാത്രം വലിച്ചെറിഞ്ഞു. അപ്പൊ ഈ മനുഷ്യൻ പിന്തിരിഞ്ഞ് നടക്കാൻ ഒരുങ്ങി. ഉമർ തങ്ങൾ പറഞ്ഞു, ഏയ് ചങ്ങായി പോവല്ലേ, ഇവിടെ ഒന്നുമില്ല, ഞാൻ വെറുതെ അങ്ങനല്ലല്ലോ, ഇങ്ങോട്ട് വായോ. ചെന്നു ചോദിച്ചു, എന്റെ വിഷയം? ഞങ്ങളെ പിന്നെ എന്റെ ഭാര്യയുടെ പരാതി പറയാൻ വേണ്ടി വന്നതാണ്. യാ അല്ലാഹ്, ഞാൻ നോക്കുമ്പോ കാണാം എന്റെ വീട്ടിലുള്ള എന്റെ ഭാര്യ ഇത്ര കഷ്ടമല്ല കേട്ടോ. ഇതെന്താ പാത്രവും കലവും ചട്ടിയും പാത്രവും ഒക്കെ വെളിയിലേക്കല്ലേ വരിക. അപ്പൊ ഇത് അവിടുത്തെ ഇതിന്റെ തങ്കപ്പെട്ട സ്വഭാവം ഇത്രയില്ല ഞങ്ങളെ. ആ സമയമാണ് അവിടെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഈ കടന്നു വന്ന മനുഷ്യൻ അരികത്തേക്ക് അങ്ങ് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്കുണ്ട്, മോനെ, അല്ലാഹുവേ, 100 ജോലികൾ അവൾ ചെയ്യുന്നവളാണ്. അവർ അല്ലാഹുവേ 2 കൈകൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കടന്നു പോകുന്നവളാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയുടെ പരാതി പറയാൻ കടന്നു വന്ന ആ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ, സങ്കടപ്പെടല്ലേ, വേദനിക്കല്ലേ, കഷ്ടപ്പെടല്ലേ, ദുഃഖിക്കല്ലേ. നിന്റെ ഭാര്യ നിന്നോട് വഴക്കിട്ടെന്ന് പറഞ്ഞ്, നിന്നോട് ദേഷ്യം പിടിച്ചെന്ന് പറഞ്ഞ്, നിന്നോട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് കടന്നു വന്നെന്ന് പറഞ്ഞ്, മോനെ, നീ അവളെ കുറ്റപ്പെടുത്തല്ലേ. കാരണം എന്താ? അവൾ നിനക്ക് വേണ്ടുന്ന ഭക്ഷണം ഉണ്ടാക്കി തന്നു, നിനക്ക് വേണ്ടുന്ന കറി ഉണ്ടാക്കി തന്നു. നിന്റെ വീടിന്റെ അകത്തട്ടിൽ ആർക്കൊക്കെ എന്തെല്ലാം വേണോ അതെല്ലാം നിന്റെ പ്രിയപ്പെട്ടവള് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് മാത്രവുമല്ല, നിന്റെ വീടൊരു പക്ഷേ 2 നിലയായിരിക്കാം, അല്ലെങ്കിലോ 2000-ഓ 3000-ഓ സ്ക്വയർ ഫീറ്റ് ഉള്ള വീടായിരിക്കാം. ആ റൂമുകളും ആ വീടുകളുമെല്ലാം അടിച്ചു വൃത്തിയാക്കി സൂക്ഷിക്കുന്നത് നിന്റെ പ്രിയപ്പെട്ടവളാണ്. നീ അവക്കൊന്ന് പൊരുത്തപ്പെട്ട് കൊടുത്തൂടെ? അത് മാത്രവുമല്ല, അവൾ നിന്റെ മക്കളുടെ ഉമ്മയാണ്. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. ഈ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. അതുകൊണ്ട് പറഞ്ഞു, മോനെ, ഇല്ല, അവൾ നിന്റെ ഉമ്മ, അവൾ നിന്റെ മക്കളുടെ ഉമ്മയാണ്. ഗർഭാശയത്തിന്റെ അകത്തട്ടിൽ 9 മാസത്തോളം ചുമന്നുകൊണ്ട് നിന്റെ മക്കളെ ചുമന്നുകൊണ്ട് നടന്ന് നിനക്ക് വേണ്ടി അവർ അല്ലാഹുവേ പ്രസവിച്ചവളാണ്. അതുകൊണ്ട് നീ അവളെ കുറ്റപ്പെടുത്തല്ലേ, അവളെ നീ കളിയാക്കല്ലേ. അല്ലെ, പണ്ടുള്ള ഉമ്മമാരൊക്കെ 10ഉം 12ഉം മക്കളുണ്ടായിരുന്നു അവർക്ക്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, അവർക്കൊക്കെ സ്വർഗ്ഗല്ലേ. എത്ര സഹിച്ചു അവർ, എത്ര ത്യാഗത്തിലൂടെ അവർ കടന്നുപോയി. ഓരോ കുട്ടിയെ വളർത്തുമ്പോഴും, ഓരോ കുട്ടിക്ക് ജന്മം
ജന്മം കൊടുക്കുമ്പോഴും അവർ സഹിക്കുന്ന വേദന എല്ലുകൾ മുറുങ്ങിപ്പോകുന്നത് പോലെ ആ പ്രസവ സമയത്തുണ്ടാകുന്ന വേദന അല്ലേ? നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ചില ആളുകൾ പറയും സുഖപ്രസവമായിരുന്നു ഉസ്താദേ, റാഹത്തായി. പക്ഷെ അടുത്ത് പോയി പറയരുത്, കുറച്ച് വിട്ടി നിന്നിട്ട് പറയണം അല്ലേ? കാരണം എന്താ? ആ വേദനയും ബുദ്ധിമുട്ടും അവർക്ക് അറിയുള്ളൂ അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പറഞ്ഞു പോയത്, അള്ളാഹുവിന്റെ റസൂൽ പോലും പറഞ്ഞു പോയത്, മോനെ അവരുടെ കാൽ ചുവട്ടിലാണ് സ്വർഗമെന്ന് പറയാനുള്ള കാരണം എന്താ? وكم ليلة لاقت لثكليك تشتغي لها من جباء نت وزفير وفي الوضع لا تدري عليها مشقة فمن عوسس منها الفؤاد يطير. ഉമ്മ കിടക്കുമ്പോ, മക്കളെ ഗർഭം ചുമന്നുകൊണ്ട് ഉമ്മ നടക്കുമ്പോ ഉമ്മാക്കൊരു വല്ലാത്തൊരു കിറുകിറുപ്പുണ്ടാകും. അവിടെ നിന്ന് നല്ലതുപോലെ കിടക്കാൻ കഴിയുന്നില്ല, ഒന്ന് ചരിഞ്ഞു കിടക്കാൻ കഴിയുന്നില്ല. വല്ലാത്ത വേദനയോടുകൂടി, വല്ലാത്ത സങ്കടത്തോടുകൂടി നിന്റെ ഉമ്മ കഴിഞ്ഞു പോയത്. അതുകൊണ്ട് മോനെ, നീ അവരെ മറക്കല്ലേ, നീ അവരെ കുറ്റപ്പെടുത്തല്ലേ, നീ അവരെ കളിയാക്കല്ലേ, നീ അവരെ ആക്ഷേപിക്കല്ലേ. ആക്ഷേപത്തിന്റെ വാക്കുകൊണ്ട് നീ ഒരിക്കലും കടന്നു വരല്ലേ. നീ നിന്റെ ഉമ്മയെ നല്ലതുപോലെ സ്നേഹിക്കണം. അതുകൊണ്ടാണ് ഇവിടെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്ന കഥ പറയുമ്പോ അവിടെ പോലും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞത്, ലി ഉമ്മി ഔലാദിഹി, നീ നിന്റെ ഭാര്യയെ സ്നേഹിക്കാൻ പറഞ്ഞത്. അവൾ നിന്നോട് ദേഷ്യപ്പെട്ടാലും നീ ഒന്ന് ക്ഷമിച്ചു കൊടുക്കാൻ പറഞ്ഞത് ലി ഉമ്മി ഔലാദിഹി, അവൾ നിന്റെ മക്കളുടെ ഉമ്മയായതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അവർ നിങ്ങളുടെ മക്കളുടെ ഉമ്മയായതുകൊണ്ടാണെന്ന്. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മള് ആരായത് ചിന്തിക്കുക? മക്കളുടെ ഉമ്മ ഇപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാം, ഇതല്ലേ നമ്മൾ പറയുള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, നമ്മൾ അവരെ സ്നേഹിക്കണം അല്ലേ? അത് മാത്രമല്ല, പിന്നെ പറഞ്ഞത് എന്തെന്നറിയോ? അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന മറ്റേ ഒരു കാര്യമുണ്ട്. ഏതാണ്? യാ അല്ലാഹ് വഇന്നഹാ തബ്ബാഹ വമുനല്ലഫത്തുൽ ലിബൈതിഹി വഉമ്മു ഔലാദിഹി വമൗളിഉ സിർരിഹി. നിന്റെ രഹസ്യങ്ങൾ മുഴുവനും കാത്തു സൂക്ഷിക്കാൻ നിന്റെ ഭാര്യയെ പോലെ ഒരു പെണ്ണുമാകില്ല എന്ന് പഠിപ്പിച്ചതാരാ? നിന്റെ മുഴുവൻ രഹസ്യങ്ങൾ ആർക്കറിയാം? നിന്റെ ഭാര്യക്കറിയാം അല്ലെ? യഥാർത്ഥ ഭാര്യ തന്റെ ഭർത്താവിന്റെ കുറ്റം നിങ്ങളുടെ ഉമ്മയോട്, ഭാര്യയുടെ ഉമ്മയോട് പറയില്ല, ഭാര്യയുടെ വാപ്പയോട് പറയില്ല. എല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യാ? നിങ്ങളിപ്പോ ചിന്തിക്കുക, എത്രയോ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ട് ആ പാവപ്പെട്ട പെൺകുട്ടികൾ ഇങ്ങനെ കടന്നുപോയി ഒരു വീട്ടിൽ അവരിപ്പോ താമസിക്കുമ്പോ ഒരുപക്ഷെ ആ വീട്ടിൽ നിന്ന് ഒരുപാട് യാതനകളും ചിലപ്പോഴല്ല പടച്ചോനെ ജയിലിനെക്കാളും വലിയ പീഡനങ്ങളായിരിക്കും ആ പീഡനങ്ങളൊക്കെ ഉണ്ടാകുന്ന ആ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ. പക്ഷേ വീട്ടിൽ വരുമ്പോ ഉമ്മാനോടൊന്നും പറയില്ല, ബാപ്പാനോടൊന്നും പറയില്ല. എന്നാലും ആ ത്യാഗങ്ങളും ആ വേദനകളെല്ലാം സഹിച്ചിട്ടും ഈ ഭർത്താവിന് അവൾ ഭക്ഷണം ഉണ്ടാക്കും, വെള്ളം കൊടുക്കും, എന്ത് വേണമെങ്കിലും അവന്റെ വസ്ത്രം അവൾ അലക്കി ഇട്ട് കൊടുക്കും. എല്ലാം അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ മിണ്ടിയില്ലെങ്കിലും പറഞ്ഞില്ലെങ്കിലും അതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളത് മനസ്സിലാക്കാതെ കടന്നുപോയി അല്ലേ? നമ്മള് മനസ്സിലാക്കാതെ കടന്നുപോയി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളോട് പറയുകയാണ്, അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടണം. അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു പോയത്, ഇനി ഇൻഷാ അല്ലാഹ് എന്റെ സഹോദരിമാർക്ക് വേണ്ടി ഞാൻ ഒരു ഔഷധം പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിറഞ്ഞ മനസ്സോടുകൂടിയിട്ട് നിങ്ങളത് ചൊല്ലിപ്പോയാൽ, ചുരുങ്ങിയത് ഒരു 111 പ്രാവശ്യമെങ്കിലും ഓരോ ദിവസവും ചൊല്ലിയാൽ, നിങ്ങൾക്ക് അനുഭവം വന്നാൽ നിങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ കമന്റുകളിൽ കൂടി നിങ്ങൾ ഞങ്ങളെ അറിയിക്കണം. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാ, ഏതൊരു സഹോദരിയും ആഗ്രഹിക്കുന്നത്, പടച്ചോനെ എന്റെ ഭർത്താവ് എന്നോടൊന്ന് നല്ല രീതിക്കൊന്ന് പെരുമാറിയിരുന്നെങ്കിൽ, നല്ലൊരു സ്നേഹമുള്ളവനായിരുന്നെങ്കിൽ, പടച്ചോനെ മറ്റേ അപ്പുറത്തുള്ളവരുടെയൊക്കെ എന്റെ കൂട്ടുകാരുടെയൊക്കെ ഭർത്താവിന്റെ സ്വഭാവം എത്ര നീറ്റ് സ്വഭാവം റബ്ബേ, മാറ്റിത്താ റബ്ബേ എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് പറഞ്ഞാൽ, ആ പറയുന്ന സമയം നിങ്ങൾ എങ്ങനെ പറയണമെന്നറിയോ? ആ പറയുന്ന സമയം നിങ്ങൾ എങ്ങനെ പറയണമെന്നറിയോ? യാ അതൂഫു